ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നതും എന്നാൽ അത്യാവശ്യം നല്ല വാഷ്റൂം ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ക്യാമ്പിംഗ് സ്പോട്ട് തപ്പുന്നവർക്ക് എപ്പോഴും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ദുബായിലെ എക്സ്പോ ലേക്ക്. കുറച്ച് വൈകിട്ടാണെങ്കിലും ഇപ്രാവശ്യത്തെയും നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെ ഉദ്ഘാടനം നമ്മൾ എക്സ്പോ ലേക്ക് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൗണ്ട് ബോട്ടിൽ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ടാറിട്ട റോഡല്ല, അത്യാവശ്യം ഈ മൺപാത പോലെയുള്ള റോഡാണ്. എന്നാലും വണ്ടികൾ പോയി ഇപ്പം ഏകദേശം അത് ടാറ് പോലെ അത്യാവശ്യം നല്ലതായിട്ട് ഫ്ലാറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഈ റോഡ് തിരിഞ്ഞാൽ ഉടനെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് മാപ്പ് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് എക്സ്പോയിലേക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് വ്യൂ പോയിന്റ് എവിടെയാണ് വരുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ടൈം വരുന്നവർക്ക് വേണമെങ്കിൽ അവിടെ നിർത്തി ഒന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് പോകാവുന്നതാണ്. എന്തായാലും മുന്നിലേക്ക് നമുക്ക് ഈ ഒരു റോഡ് തന്നെ ഉള്ളൂ. ഇവിടുന്ന് എക്സ്പോയിലേക്ക് ഏകദേശം ഒരു 8 കിലോമീറ്റർ ആണുള്ളത്. അത് ഫുള്ളായിട്ടും ഈ ഒരു കച്ചാ റോഡ് തന്നെയാണ് വരുന്നത്. എക്സ്പോയുടെ അടുത്ത് എത്താറാകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഒബ്സർവേഷൻ സെൻറ്ററും കാണാം. പിന്നെ ഒരു കാടിൻ്റെ പ്രതീതി അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല. അപ്പോൾ ക്യാമ്പിങ്ങിനൊക്കെ ഉദ്ദേശിച്ച് വരുന്നവർ മാക്സിമം അധികം ഇരുട്ടാവുന്നതിന് മുന്നേ വരുന്നതാണ് നല്ലത്. ഇരുട്ടായാലും പ്രശ്നമൊന്നുമുള്ള ഏരിയ ഒന്നുമല്ല. എല്ലാവരും മീൻസ് ഇവിടേക്ക് വരുന്ന ആൾക്കാരൊക്കെ വന്നും പോയും ഒക്കെ ഇരിക്കുന്ന ഏരിയ തന്നെയാണ്. ലാസ്റ്റ് ടൈം വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ എത്തിയത് രാത്രിയിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു ടാർ റോഡിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു പേടി തോന്നും രാത്രിയിൽ വരുവാണെങ്കിൽ. പക്ഷെ അങ്ങനെ പേടിക്കാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല. നമ്മളധികം ലേറ്റ് ആവാണ്ട് എത്തിയത് കൊണ്ട് നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഈ ഒബ്സർവേഷൻ സെൻറ്ററിലേക്ക് കയറിയിട്ട് അവിടെ കൂടി ഒന്ന് വ്യൂ ഒക്കെ കണ്ടു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് അതിൻ്റെ പാർക്കിംഗ് ഏരിയ വരുന്നത്. ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം സ്റ്റെപ്പ് കയറി പോകണം എന്നുള്ളവർക്ക് സ്റ്റെപ്പ് കയറി പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ നടന്ന് കയറി പോകണം എന്നുള്ളവർക്ക് അങ്ങനെ പോവാം. 2 ഓപ്ഷനും അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ മാനിന് ഫീഡ് ചെയ്യാനുള്ള ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു മാന് നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കി നമുക്ക് എപ്പോഴും അങ്ങനെ അനിമൽസിനെ കാണാൻ കിട്ടാറൊന്നുമില്ല. മെയിനായിട്ടും അറേബ്യൻ ഒറിക്സിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒബ്സർവേഷൻ പോയിന്റിൽ നിന്ന് നോക്കുന്നത്. പിന്നെ മാനുകൾ നമുക്ക് ഒത്തിരി തന്നെ നമ്മളിപ്പം ഈ ഒരു ക്യാമ്പ് ചെയ്യുന്ന ഭാഗത്തും ഇപ്പോൾ രാവിലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ വന്ന് നിൽക്കാറുണ്ട്, ഒത്തിരി കാണാൻ കിട്ടാറുണ്ട്. പിന്നെ അത് മാനുകൾ വളരെ ചെറുതായത് കാരണം ഇതിന് മുകളിൽ നിന്ന് നോക്കിയാൽ നന്നായിട്ട് വ്യൂവും കിട്ടാറില്ല. ലാസ്റ്റ് ടൈം വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് അറേബ്യൻ ഒറിക്സുകളൊക്കെ കാണാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് അതൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് മക്തും എയർപോർട്ടിലേക്ക് പോകുന്ന ഫ്ലൈറ്റൊക്കെ ശരിക്കും ഇതിൻ്റെ ഈ ഒരു ിലൂടെയാണ് പോകുന്നത്. അതൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എയർപോർട്ടിൽ പോയി ഇറങ്ങുന്ന ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്ന ഈ വഴിയിലൂടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നേരെ ആ താഴെ കൂടി പോകുന്ന വഴി തന്നെ കുറച്ച് ദൂരം പോയാൽ മതി എക്സ്പോ ലേക്കിലേക്ക് എത്താൻ. ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ നമുക്ക് എക്സ്പോ ലേക്കും ഒക്കെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എക്സ്പോ ലേക്കിൻ്റെ എൻട്രൻസ് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. എക്സ്പോ 2020 ലോഗോയുടെ ഷേപ്പിലാണ് ഈ ഒരു ലേക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ലോഗോയിൽ കാണുന്നത് പോലെ 15 പെറ്റൽ ഷേപ്പിലായിട്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ടാണ് ഓരോ സെക്ഷനും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള എല്ലാ സെക്ഷനിലും നമുക്ക് ക്യാമ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ ക്യാമ്പിങ്ങിനുള്ള സ്ഥലം നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് ഈസി ആയിട്ട് വാഷ്റൂം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ നോക്കി എടുക്കുന്നതാണ് നല്ലത്. നമ്മളൊരു 3 ഫാമിലി ചേർന്നാണ് പോയിരുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വെള്ളവും ഒക്കെ കരുതിയിട്ട് തന്നെ പോകണം. അവിടെ അടുത്തായിട്ടൊന്നും നമുക്ക് ഒരു ഗ്രോസറിയോ അങ്ങനെയുള്ള കടകളോ ഒന്നും തന്നെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. ഒത്തിരി അടുത്തല്ലെങ്കിലും ഏകദേശം എക്സ്പോ ലേക്കിൻ്റെ ഭാഗത്തായിട്ട് തന്നെയാണ് കുദ്ര ലേക്കും ലവ് ലേക്കും ഒക്കെ വരുന്നത്. എന്നാലും ഈ 2 സ്ഥലങ്ങളിലും ഈ എക്സ്പോ ലേക്കിലുള്ളതുപോലെ അത്രയ്ക്കും അധികം വാഷ്റൂം ഫെസിലിറ്റീസ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ ഒരു എക്സ്പോ ലേക്കിൽ തന്നെ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യാറുള്ളത്. പിന്നെ ഈ വെള്ളവും മരങ്ങളും ഒക്കെ ഉള്ള ഏരിയ ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം നമുക്ക് സാധാരണ പുറത്ത് ഫീൽ ചെയ്യുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ തണുപ്പ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചുള്ള പ്രിപ്പറേഷനൊക്കെ ആയിട്ട് വേണം പോവേണ്ടത്. ലാസ്റ്റ് ഇയർ നമ്മൾ പോകുന്ന സമയത്ത് ചില വിങ്ങിലൊക്കെ ഉണ്ടായിരുന്ന വാഷ്റൂമൊക്കെ ലോക്കായിരുന്നു. അത് ആൾക്കാരുടെ തിരക്കനുസരിച്ചിട്ടാണ് ഓപ്പൺ ആക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇപ്പം നമ്മളിവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് അത്യാവശ്യം നന്നായിട്ടൊക്കെ തന്നെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ പെറ്റ്സും അലൗഡാണ്. അതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ ഡോഗ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാമ്പ് ഫയറും ഒക്കെ അലൗഡാണ്. പക്ഷെ ഒന്നും ഡയറക്റ്റായിട്ട് മണ്ണിലിട്ടിട്ട് കത്തിക്കാൻ പാടില്ല. നമ്മൾ ഈ ഒരു ട്രെയിലിട്ട് തന്നെ കത്തിക്കണം. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ വിറകൊക്കെ മേടിച്ചിട്ട് പോയിട്ട് രാവിലെയൊക്കെ നമ്മളിങ്ങനെ ഈ ഒരു നമ്മുടെ ബാർബിക്യൂവിൻ്റെ സ്റ്റാൻഡിൽ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം മഞ്ഞൊക്കെ വീഴുന്നത് കാരണം ടെൻറ്റൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടാവും ഇരിക്കുന്നുണ്ടാവും. പിന്നെ താഴെ ഫുള്ളായിട്ട് നല്ല മണലുമാണ്. അപ്പം നമ്മൾ ഈ ടെൻറ്റൊക്കെ മടക്കുമ്പോഴൊക്കെ നന്നായിട്ട് മണൽ പിടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് വെയിൽ തുടങ്ങിയിട്ടാണ് മിക്കവാറും ഒക്കെ നമ്മൾ തിരിച്ചു പോകാറുള്ളത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണ് പോവുക.
നമ്മുടെ തൊട്ടടുത്ത് ടെൻറ്റ് ഇട്ടിരുന്ന ആൾക്കാർ ഡോഗിനെയൊക്കെ കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ കുറച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ വിചാരിച്ചു രാത്രിയിൽ ഉറങ്ങാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രാത്രി ആകുമ്പോഴത്തേക്ക് അവർ ആ ഒരു കൂട് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചു. അപ്പോൾ പിന്നെ ആളെ കാണാണ്ടായപ്പോഴത്തേക്ക് അത് പിന്നെ കുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. ഇനി എക്സ്പോ ലേക്കിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനുള്ളതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ വേഗത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വണ്ടി പോയാലോ? ഒരു മുട്ടൊക്കെ തന്നെ പോകും. എനിക്കതിന്റെ നടത്ത ഇഷ്ടായേ. പോസ് ചെയ്ത് ഇതിപ്പോൾ നമ്മളൊരു 2 ആഴ്ച മുന്നെയാണ് പോയത്. അന്ന് ശരിക്കും 7 മണിയാണ് സൺറൈസ് ടൈം കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒന്നൊരു നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ലാസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ ഇവിടുത്തെ ഈ 1-2 വിങ് തന്നെ കാണാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ചധികം ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ അധികം ജീവജാലങ്ങളെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അപ്പുറത്തെ വിങ്ങിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ ഫ്ലെമിംഗോ, പിന്നെ കുറേ ഗിനിക്കോഴികൾ, അങ്ങനെയുള്ള സംഭവങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ മുന്നത്തെ വർഷങ്ങളിലൊക്കെ വെള്ളത്തിൽ ഒത്തിരി മീനുകളുണ്ടായിരുന്നു, വലിയ കളർഫുൾ മീനുകളായിരുന്നു. അതുപോലെ കരയിലായിട്ട് അവർ കുറേയധികം ഇവർക്ക് ഫീഡ് ചെയ്യാനുള്ള ഫുഡും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ കുട്ടികളൊക്കെ വന്ന് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ കുബൂസും ഒക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് മീനുകൾ തീരെ കാണാൻ കിട്ടിയില്ല. പക്ഷേ അതനുസരിച്ചിട്ട് താറാവ്, അതുപോലെ അരയന്നം, അങ്ങനെയുള്ള ജീവികളൊക്കെ കുറേ അധികം കൂടിയിട്ടുണ്ട്. ചിലപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ മീനുകൾ വളർത്തൽ നിർത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പെറ്റ്സൊക്കെ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചൊന്നും നടക്കാനുണ്ടെങ്കിലും അത്യാവശ്യം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകുന്നത് തന്നെയാണ് നല്ലത്. ശരിക്കും ഇതിൻ്റെ ഉള്ളിലായിട്ട് ഫ്ലെമിംഗോ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ലാസ്റ്റ് ഇയറിൽ അതുപോലെ തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇത്രയും അധികം നടന്നൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നത്. എന്താണ് തടിച്ചിക്കോഴി എന്ന് പറഞ്ഞ? തടിച്ചിക്കോഴി തടിച്ചിക്കോഴിയാണോ? ഗിനിയാണോ? എന്നാണ് തടിച്ചിക്കോഴി എന്ന് പറഞ്ഞത്? ശരിയല്ലേ? നമ്മളിങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു നോക്കിയില്ലായിരുന്നു ഈ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് മിസ്സാവുമായിരുന്നു. സാധാരണ നമ്മളിപ്പം ക്യാമ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗത്തുള്ള ജസ്റ്റ് ആ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ പോകും, മീനുകളെയൊക്കെ ഒന്ന് ഫീഡ് ചെയ്യും, തിരിച്ചു പോകും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്തു. പിന്നെ നമ്മൾ ഈ ഗിനിക്കോഴികളൊക്കെ കണ്ടപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ട വല്ലതും കിട്ടുമോ? സാറ്റർഡേ ഈവനിങ് ആണ് നമ്മൾ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് പകല് നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് ലവ് ലേക്കും കൂടിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടാണ് പോയത്. വീഡിയോ ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല നീളത്തിലായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു സ്റ്റേ നമ്മൾ ലവ് ലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതുവരെയും ലവ് ലേക്കിൽ സ്റ്റേ ചെയ്തിട്ടില്ല, ജസ്റ്റ് പോയി കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ 3 ഫാമിലി വന്നതിൽ ഒരു ഫാമിലി രാത്രിയിൽ തന്നെ തിരിച്ചു പോയിരുന്നു. പിന്നെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അടുത്ത ഫാമിലി അത്യാവശ്യം ഡെസേർട്ട് ഡ്രൈവിനോട് ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ്. എന്നാൽ പിന്നെ കുറച്ച് പുള്ളിയോടൊപ്പം നമുക്കും ഒരു ചെറിയ ഡ്രൈവൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എക്സ്പോയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഈ മണലായിട്ടുള്ള വഴികൾ തന്നെയാണ്. അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ പുള്ളി എവിടെയൊക്കെയാണോ പോയത് അങ്ങോട്ടൊക്കെ നമ്മളും പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ലവ് ലേക്കിൽ പോയിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി വീഡിയോ നല്ല നീളത്തിലൊക്കെ ആയി തുടങ്ങിയത് കാരണം ലവ് ലേക്കിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ടിടാം. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.
യാ